ഹായ്, നിങ്ങളുടെ മുൻപിലേക്ക് ഒരു പ്രണയകഥയുമായി ഞാൻ എത്തിയിരിക്കുന്നു. മുൻപിലെ ദർപ്പണത്തിൽ കാണുന്ന എൻ്റെ പ്രതിബിംബത്തിലേക്ക് ഞാൻ മിഴിച്ചിമ്മാതെ നോക്കി. നെറുകയിൽ പടർന്നു തുടങ്ങിയ സിന്ദൂരവും നെഞ്ചോടൊട്ടിക്കിടയ്ക്കുന്ന താലയും പറയാതെ പറയുന്നുണ്ടായിരുന്നു, ഞാൻ ഇന്ന് ഒരു ഭാര്യയായിരിക്കുന്നുവെന്ന്. എന്തോ അംഗീകരിക്കാൻ പറ്റുന്നില്ല ഈ ഒരു യാഥാർത്ഥ്യത്തെ. ഒരാളുടെ ഹൃദയം പേറി മറ്റൊരാളുടെ കൂടെ ഉള്ള ജീവിതം ഓർക്കുവാൻ പറ്റുന്നില്ല. ദേഷ്യം തോന്നുന്നു, വെറുപ്പും, ആരോടൊക്കെയോ എന്തിനോടൊക്കെയോ മടുപ്പ് തോന്നുക ഈ ഒരു ജീവിതത്തോട്. ഇങ്ങനെ ഇങ്ങനെ ഉരുകിത്തീരാനായിരുന്നുവെങ്കിൽ ഈ ജീവൻ വേണ്ടിയിരുന്നില്ല. എന്നോ കൊടുത്ത വാക്കിന്റെ പുറത്ത് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കാത്തത് ഒരുപാട് പ്രതീക്ഷകളോടെ ആയിരിക്കും മനുവേട്ടൻ എന്നെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറ്റിയത്. പക്ഷേ പക്ഷേ എനിക്ക് അദ്ദേഹത്തെ സ്നേഹിക്കാൻ കഴിയുമോ? യമുനയിലെ ഓളങ്ങൾ പോലെ ഒരുവൻ ഹൃദയത്തിൽ വസിക്കുമ്പോൾ മറ്റൊരുവൻ എങ്ങനെ കവരും ഹൃദയതടം? മനുവേട്ടനെ സ്നേഹിക്കാൻ പറ്റാതെ വീർപ്പ് മുട്ടുന്ന ഹൃദയവുമായിട്ട് എത്ര നാൾ ഇങ്ങനെ അഭിനയിച്ച് സ്വന്തം അസ്തിത്വം ഇല്ലാണ്ടാക്കി ജീവിക്കും? മനുവേട്ടനെ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ എത്ര നാൾ ആ സ്നേഹം കണ്ടില്ല നടിക്കും? അദ്ദേഹത്തിന് ഒരു നല്ല ഭാര്യയാവാൻ എനിക്ക് ഒരിക്കലും കഴിയില്ല. എന്നെ ഈ സമസ്യയിലേക്ക് തള്ളിവിട്ട വിധി എന്നെ നോക്കി പല്ലിളിച്ച് കാണിക്കുന്നുണ്ടാകും. ഇന്ന് ഞങ്ങളുടെ ആദ്യ രാത്രിയാ. ഒരുപാട് സ്നേഹത്തോടെ ആയിരിക്കും ആ മനുഷ്യൻ ഈ റൂമിലേക്ക് വന്നത്. പക്ഷേ എന്റെ പ്രവൃത്തി മനുവേട്ടനെ വേദനിപ്പിച്ചിട്ടുണ്ടാവാം. എന്നെ ഉൾക്കൊള്ളാൻ നിനക്ക് ആവശ്യമുള്ള സമയമെടുത്തോ. എന്നെ പറഞ്ഞതിന്റെ അർത്ഥം ഞാൻ എന്തെങ്കിലും ആളെ സ്നേഹിക്കുമെന്ന് കരുതിയായിരിക്കില്ലേ? ദൈവമേ, ഇതൊന്തൊരു പരീക്ഷണമാണ്. മനസ്സ് അസ്വസ്ഥതയുടെ ആ ഒരു ഗർത്തിൽ വിട്ട് ഉഴറുകയാണ്. ചിന്തകൾ കടിഞ്ഞാൺ പൊട്ടിച്ച് യാത്ര ചെയ്തുകൊണ്ടിരുന്ന ഏതോ യാമത്തിൽ ഞാൻ നിദ്രയെ പൊലുക്കി. ദിവസങ്ങൾ മാറി മറിയുന്നതിനൊപ്പം ഞങ്ങൾക്കിടയിലെ ദൂരവും കൂടി വന്നു. ഒരു കൂരക്കുള്ളിൽ നിത്യവും കാണുന്ന പരിചിതർ എന്നാൽ അപരിചിതരായി ഞങ്ങൾ മുൻപോട്ട് പോയി. പുറമേ നിന്ന് നോക്കുമ്പോൾ എല്ലാവരുടെയും കണ്ണിൽ ഞാൻ ഭാഗ്യവതിയാണ്, സന്തോഷവതിയാണ്. വിദ്യാഭ്യാസം, ജോലി, നല്ല കുടുംബം, ഭർത്താവ്. പക്ഷേ ആരും മനസ്സിലാക്കുന്നില്ല എന്നിലെ ഇപ്പോഴും അലയടിക്കുന്ന കടലിനെ, മെഴുകുതിരി പോലെ ഉരുകിത്തീരുന്ന ഈ കാട്ടുപൂവിനെ. ബന്ധങ്ങളെല്ലാം കാറ്റിൽ പറത്തിയിട്ട് ഇങ്ങോട്ടെങ്കിലും ഒളിച്ചോടാൻ തോന്നുക. പക്ഷേ എനിക്ക് എങ്ങനെ ഒളിച്ചോടാനാവും? എല്ലാ ഭാഗത്തു നിന്നും ബന്ധിക്കപ്പെട്ടിരിക്കുകയല്ലേ. എന്താ ഞാൻ ചെയ്ത തെറ്റ്? ഒരാളെ സ്നേഹിച്ചതോ? എന്റെ പ്രണയം മറ്റുള്ളവരുടെ കണ്ണിൽ തെറ്റായിരിക്കാം. പക്ഷെ എനിക്കതായിരുന്നു ശരി. എൻ്റെ സന്തോഷവും സമാധാനവും ഒക്കെ അദ്ദേഹത്തിലാണ്. ആദ്യമായി കോളേജിൽ പോകുന്നതിൻ്റെ എല്ലാ ഉത്കണ്ഠയോടും കൂടിയിട്ടാണ് ഞാനും കോളേജിൽ പോയത്. ചുറ്റുമുള്ള മുഖങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന അപരിചിതത്വം എന്നെ വല്ലാണ്ട് വേട്ടയാടി. സ്വതവേ അന്തർമുഖിയായ ഞാൻ ആ തുരുത്തില് ഒറ്റപ്പെട്ടതുപോലെ തോന്നി. കയ്യിൽ ഒരു ബുക്കുമായിട്ട് 50നോടടുത്ത് പ്രായമുള്ള തലയിൽ കഷണ്ടി കയറിയ ആ ഒരു സാറ് കയറി വന്നത്. ചൊടിയിൽ പുഞ്ചിരിയാണെങ്കിലും ആളുടെ കണ്ണുകളിൽ തളം കെട്ടി നിൽക്കുന്ന നിരാശ എന്തോ എൻ്റെ ഉള്ളിൽ നോവുണർത്തി. ചിത്രവർദ്ധൻ ഞങ്ങളുടെ കെമിസ്ട്രി അധ്യാപകനാണ്. അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകൾക്ക് വേണ്ടിയുള്ളതായി കോളേജിലെ എൻ്റെ പോക്കുവരവുകൾ. അദ്ദേഹത്തെ ഒന്ന് കാണാൻ ഓരോ ഇടവേളകളിലും ഞാൻ സ്റ്റാഫ് റൂമിന് റൗണ്ട് ചുറ്റുമായിരുന്നു. അദ്ദേഹത്തെ കാണാത്ത ദിവസങ്ങളിൽ എന്നിൽ ഉടൽക്കുന്ന ആ ഒരു നിരാശയെ ഇന്നു മുതലാണ് ഞാൻ ഭയക്കാൻ തുടങ്ങിയത്. മാഷിന്റെ ക്ലാസ്സിൽ ഇന്നും ഒന്നാമതെത്തി ആ മനുഷ്യന്റെ ഉള്ളിൽ പ്രിയപ്പെട്ട ശിഷ്യയുടെ സ്ഥാനം കണ്ടെത്തിയിരുന്നു ഞാൻ. എന്നിലെ മാറ്റം തിരിച്ചറിഞ്ഞത് തൊട്ട് ഞാൻ ഭയക്കാൻ തുടങ്ങി. എന്റെ കള്ളത്തരം മാഷിന് മനസ്സിലാവോ എന്ന പേടി പിന്നീട് മാഷിന്റെ മുഖത്ത് നോക്കുന്നതിൽ നിന്നും എന്നെ വിലക്കി. തലവേദനയെടുത്ത് ലൈബ്രറിയിൽ ആളൊഴിഞ്ഞ മൂലയിൽ ഡെസ്കിൽ തല വെച്ച് ഞാൻ കിടക്കുമ്പോൾ എൻ്റെ അരികിൽ വന്ന വേദന കുറഞ്ഞോ എന്ന് ആദ്യം കൊണ്ട് ചോദിച്ച സാറിന്റെ കണ്ണിൽ കണ്ട വേദന ഉള്ളിൽ കുഴിച്ചു മൂടാൻ ഞാൻ ശ്രമിക്കുന്ന ആഗ്രഹങ്ങളെ വീണ്ടും വളർത്തി. എന്നെ സ്വപ്നം കാണാനും സ്വപ്നങ്ങളിൽ താലോലിപ്പിക്കാനും പഠിപ്പിച്ചത് സാറാണ്.
ചെയ്യുന്നത് പാപമാണ് എന്നുള്ളിൽ ഒരു പാതി അലമുറയിട്ടപ്പോഴും മറുപാതി അതിനെ എതിർത്തു. എന്നേക്കാൾ 30 വയസ്സ് വ്യത്യാസമുള്ള ഒരു ഭാര്യയും 2 മക്കളുടെ അച്ഛനുമായ ഒരാളോട് എനിക്ക് പ്രണയം തോന്നുക എന്ന് പറയുന്നത് എല്ലാവരുടെയും കണ്ണിൽ തെറ്റാ. എന്തോ എൻ്റെ പ്രണയം മറ്റുള്ളവർക്ക് പറഞ്ഞു ചിരിക്കാൻ ഒരു നേരം പോക്കാവാം. പക്ഷേ എനിക്കതെൻ്റെ ജീവനാണ്. ഭാര്യയുമായി അകന്ന് കഴിയുന്ന സാറെന്നെ സ്നേഹിച്ചത് എന്നു മുതലാണ്. എൻ്റെ ഉള്ളിൽ പൂവിട്ട പ്രണയം ഞാൻ തുറന്നു പറഞ്ഞില്ലെങ്കിലും സാറത് മനസ്സിലാക്കിയിരുന്നു. വാത്സല്യം കലർന്ന സ്നേഹം അതായിരുന്നു സാറിന് എന്നോട്. സാറ് കോളേജ് മാറിപ്പോകുന്നു എന്നറിഞ്ഞ ദിവസം എല്ലാവരോടും യാത്ര പറഞ്ഞ് കോറിഡോറിലൂടെ നടന്നു നീങ്ങുന്ന സാറിനെ പുറകിൽ നിന്നും പുണർന്ന് ഞാൻ എൻ്റെ ഇഷ്ടം പറയുമ്പോൾ മറ്റുള്ളവർ നോക്കി നിൽക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചില്ല. എൻ്റെ കണ്ണുകളുമായി കോർത്ത ആളുടെ കണ്ണിൽ നിറഞ്ഞു നിൽക്കുന്ന നോവ് എന്നെ വല്ലാണ്ടൊലച്ച് കളഞ്ഞു. ഊഷരമായ എൻ്റെ ഉള്ളിൽ പ്രണയമഴ പെയ്യിച്ചവളാണ് നീ. നിനക്കൊരു ഭാവിയുണ്ട് കുട്ടി. അതിന് ഞാനോ എൻ്റെ പ്രണയമോ തടസ്സമാവരുത്. ഈ പ്രായത്തിൽ തോന്നുന്ന കുസൃതി അങ്ങനെ കാണണം എൻ്റെ മോളി പ്രണയത്തെ. ഞാൻ പറഞ്ഞു, മാഷേ എനിക്ക് മാഷില്ലാതെ പറ്റില്ല. എനിക്ക് വേണം എൻ്റെ മാഷിനെ. ശരിയാവില്ല കുട്ടി, നിനക്ക് എൻ്റെ മകളാവാനുള്ള പ്രായമേ ഉള്ളൂ. നിന്നെ ഞാൻ പ്രണയിച്ച അത് പാവമാക്കും. സത്യത്തിൽ ഈ ലോകത്തിലെ ഏറ്റവും വലിയ വീട്ടിൽ പാപവും പുണ്യവുമാണ് മാഷ്. ഒരേ കാര്യം തന്നെ ചിലർക്ക് പാപവും മറ്റു ചിലർക്ക് പുണ്യവുമാക്കുന്നു. ഓരോ കാഴ്ചപ്പാടുകളിലും അത് മാറി മറിയുന്നു. മാഷ് പറഞ്ഞു, നീ ഒരുപാട് സംസാരിക്കുന്നു ഗൗരി. ഈ 18-ാം വയസ്സിൽ തോന്നിയ പ്രേമം ഒരു 21, 22 വയസ്സാക്കുമ്പോൾ നിനക്ക് തന്നെ തോന്നും തെറ്റാണെന്ന്. ഞാൻ പറഞ്ഞു, ഇല്ല മാഷേ, ഇതെൻ്റെ ശരിയാണ്. ഞാൻ നനയാൻ ആഗ്രഹിച്ച മഴയാണ് സാറിൻ്റെ പ്രണയം. സാറ് വളരെ വിഷമത്തോടെ പറഞ്ഞു, നീ എന്നെ ധർമ്മസങ്കടത്തിലാക്കുന്നു കുട്ടിയെ. വേദനിക്കാനായിട്ട് നമുക്ക് ഈ പ്രണയം വേണ്ട, പഠിക്കണം, നല്ല നിലയിലെത്തണം എൻ്റെ കുട്ടി. അതും പറഞ്ഞ് കണ്ണു കലങ്ങി ഹൃദയം വിങ്ങി നടന്നു നീങ്ങുന്ന ആ മനുഷ്യനിൽ ഞാൻ കണ്ട നിസ്സഹായ അവസ്ഥ ഈ സമൂഹത്തിന്റെ വേലിക്കെട്ടുകൾ തീർത്തായിരുന്നു. ശരിയോ തെറ്റോ എന്നറിയാത്ത പ്രണയം അത്രമേൽ പ്രിയപ്പെട്ടതായിരിക്കുമ്പോഴും ചേർത്ത് പിടിക്കാനാവാതെ വിട്ടു കളയേണ്ടി വരുന്ന അവസ്ഥ. ഓഹ്, എൻ്റെ ഒരു വേദനയാണ്. രാത്രിയിലെ ഇരുട്ടും എന്നെ തലയണയും മാത്രം അറിഞ്ഞ എൻ്റെ വിരഹം. അതിൽ പിന്നെ മനസ്സ് തുറന്ന് ഒന്ന് ചിരിക്കാൻ പോലും ആയിട്ടില്ല എനിക്ക്. കോളേജിലും മറ്റേ അധ്യാപകർക്കുമിടയിലും ഞാൻ മോശപ്പെട്ടവളായി. എല്ലാവരുടെയും കണ്ണില് അധ്യാപകനോട് കാമം തോന്നിയവളായി. സത്യത്തിൽ അങ്ങനെ ഒരു വികാരം എനിക്കുണ്ടായിരുന്നു. പരിശുദ്ധമായ ഒരു സ്നേഹമല്ലായിരുന്നു എനിക്ക് അദ്ദേഹത്തിനോട്. കൂട്ടുകാരുടെ കളിയാക്കലും അർത്ഥം വെച്ചുള്ള സംസാരം, എൻ്റെ ഭാഷയെ ഇനി കാണാൻ കഴിയും എന്ന വേദനയും എല്ലാം കൂടെ എൻ്റെ മനസ്സിൽ നാളത്തെ തെറ്റിച്ചുകൊണ്ടിരുന്നു. വീട്ടുകാർക്കും ഞാൻ വെറുക്കപ്പെട്ടവളായി. ഇതിനിടയിൽ സ്നേഹം ഒരു പാപാണോ അറിയില്ല. ഇന്നത്തെ എന്നിലേക്ക് ഞാൻ എത്തിപ്പെട്ടത് എൻ്റെ പ്രണയമാണ്. ഭ്രാന്തിൻ്റെ പിടിയിൽ അകപ്പെട്ടു പോയാൽ എൻ്റെ മാഷിനെ ഞാൻ മറന്നു പോകും എന്ന ഭയം. അതാണ് എന്നെ ഇത്രയും നാൾ പിടിച്ചു നിർത്തിയത്. ഇനിയും ഇങ്ങനെ നീറി കഴിയാൻ പറ്റില്ല. ഒരു തീരുമാനം എടുക്കണം. ഞാൻ മനസ്സിൽ പലതും കണക്ക് കൂട്ടി. ചെറിയൊരു പ്രണയ കഥയാണ്. ഫസ്റ്റ് പാർട്ടാണ്. സെക്കൻഡ് പാർട്ടുമായിട്ട് ഉടനെ വരാം. ബൈ.